ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലിറ്റററി വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഫസ്റ്റ് MA ഇംഗ്ലീഷിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഫുൾ മൊഡ്യൂളും എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോസൊക്കെ കാണാം. നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയാൽ മതി. ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ഫസ്റ്റ് MA ഇംഗ്ലീഷ് എന്ന് പറയുന്ന കാറ്റഗറി എടുത്താൽ അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് MA ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതിൽ കിട്ടും. അപ്പോൾ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പേപ്പറാണെന്ന് കേട്ടു. ആക്ച്വലി ഇത് അത്ര ഡിഫിക്കൽട്ടല്ല. നമ്മൾ ക്രിറ്റിസിസമൊക്കെ പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ചില ഭാഗത്ത് മാത്രം ചില കൺഫ്യൂഷൻസ് വരും. പക്ഷേ നമ്മുടെ ചാനലിൽ അതിൻ്റെ എല്ലാം ഈസി ആയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഈസി ആക്കാൻ പറ്റുമോ അത്രത്തോളം ഈസി ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും അതൊന്ന് പോയി കാണുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. ഇതൊരു തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് പോയിട്രീസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എസ്സേയും ഷോർട്ട് എസ്സേയും മാത്രമാണ് ഇതിൽ കാര്യമായിട്ട് നമുക്ക് എഴുതാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് 2 സെക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ A സെക്ഷനിൽ വരുന്നത് ഷോർട്ട് എസ്സേയും പിന്നെ B സെക്ഷനിൽ വരുന്നത് എസ്സേയും. പിന്നെ നമ്മുടെ മാർക്ക് സിസ്റ്റം വരുന്നത് നമുക്ക് വെയിറ്റേജിലാണ് PG സ്റ്റുഡൻസിന് മാർക്ക് ഇടുന്നത്. ടോട്ടൽ വെയിറ്റേജ് എന്ന് പറയുന്നത് 30 ആണ്. ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത് ഏകദേശം 5 മാർക്സാണ്. അതുകൊണ്ട് തന്നെ 30 വെയിറ്റേജ് എന്ന് പറയുമ്പോൾ 150 മാർക്കാണ്. ടോട്ടൽ 150 മാർക്സിലാണ് നമുക്ക് സ്കോർ ഇടാറുള്ളത്. പക്ഷേ ഇതൊന്നും കേട്ടിട്ട് ടെൻഷൻ വറീഡ് ആവുമൊന്നും വേണ്ട. ഇതൊക്കെ ജസ്റ്റ് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് PG ജയിക്കാവുന്നതേ ഉള്ളൂ. നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇനി നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 2 സെക്ഷൻസ് ആണുള്ളത്. സോ ഫസ്റ്റത്തെ സെക്ഷൻ എന്താണ്, ഷോർട്ട് എസ്സേസ് ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 2 വെയിറ്റേജ് ആണ്. 2 വെയിറ്റേജ് ആകുമ്പോൾ 10 മാർക്ക്. അപ്പോൾ 10 മാർക്ക് ആകുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് എത്ര എഴുതണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേജാണ് എഴുതേണ്ടത്. അതായത് ഒരു പേപ്പറിൻ്റെ അപ്പുറം ഇപ്പുറം 2 പുറം. ഓക്കെ, അതാണ് 2 പേജ് എന്ന് പറയുന്നത്. പിന്നെ ഇത് തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വാരി വലിച്ചുണ്ടാക്കി എഴുതരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇമാജിനേഷനൊന്നും അങ്ങനെ ഒരുപാട് വേണ്ട. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് പോയിൻ്റ് മാത്രം പഠിച്ച് വെച്ചിട്ട് അത് ജസ്റ്റ് കുറച്ചും കൂടി ക്ലെവറായിട്ട് എന്ത് ചെയ്യാം, ക്ലെവറായിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ, ഒരുപാട് ഇമാജിനേഷൻസ് ഒന്നും ഇതിൽ വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ദ കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ബൈ മേജർ റൈറ്റേഴ്സ് ടു ദി ഗ്രോത്ത് ഓഫ് ഇംഗ്ലീഷ് വൊക്കാബുലറി. അതെന്താ പറയണത്, ഗ്രോത്ത് ഓഫ് ഇംഗ്ലീഷ് വൊക്കാബുലറി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ മേജർ റൈറ്റേഴ്സിൻ്റെ ഇൻഫ്ലുവൻസസ് എന്തൊക്കെയായിരുന്നു, അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് വേർഡ്സ് അല്ലെങ്കിൽ വൊക്കാബുലറി ഗ്രോത്ത് കൂട്ടി തന്നത് ആരൊക്കെയായിരുന്നു? ഒരാൾ വില്യം ഷേക്സ്പിയർ, ദെൻ രണ്ടാമത്തെ ആൾ ജോൺ മിൽട്ടൺ. പിന്നെയും ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ നിങ്ങൾ ലെക്ചർ നോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് 3-4 പേരെങ്കിലും പഠിച്ച് വെക്കാം. പിന്നെ അവരെങ്ങനെയുള്ള എങ്ങനെയുള്ള വേർഡ്സൊക്കെയാണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്നതിന് ഒരു 5-6 എക്സാമ്പിൾസ് കൂടി കൊടുക്കുക. ഓരോ റൈറ്റേഴ്സിനും 5 വേർഡ്സ് വീതം എക്സാമ്പിൾസ് കൊടുക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ നല്ല വൃത്തിയിൽ എഴുതാൻ നോക്കുക. ഒരുപാട് ഇതിൽ വാരി വലിച്ച് എഴുതാനില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടും എഴുതാൻ. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നല്ല വൃത്തി വേണമെന്നല്ല പറയുന്നത്. അതായത് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരാൾ നിങ്ങളുടെ ആൻസർ പേപ്പർ വായിക്കുമ്പോൾ ലെറ്റേഴ്സ് അയാൾക്ക് തിരിച്ചറിയാൻ പറ്റണം. സോ ആ രീതിയിൽ കുറച്ച് ഡീസൻ്റായിട്ട് എഴുതുക. ഇനി ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡിസ്കസ് ദ റോൾ പ്ലേഡ് ബൈ ഇംഗ്ലീഷ് ഇൻ ഡിജിറ്റൽ ഏജ്. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതായത് ഈ ഒരു ഡിജിറ്റൽ ഏജിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ എന്താ പറയുക, കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ റോൾ എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്.
ഇപ്പോൾ നമുക്കറിയാം ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ വേൾഡിലാണ് ജീവിക്കുന്നത്. നെറ്റ് ജനറേഷനാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇങ്ങനെയുള്ള സിസ്റ്റംസ് ഒന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല മോസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എമേർജ് ചെയ്തിട്ടുള്ളത് US-ലാണ്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. അത് മാത്രമല്ല അമേരിക്കയിലും ഇംഗ്ലീഷ് തന്നെയാണ് അവരുടെ മേജർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്തായിരിക്കും, ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും അവർ എന്താ പറയുക ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ വേൾഡ് വൈഡായിട്ട് അല്ലെങ്കിൽ നമ്മൾ വേൾഡിലെല്ലാം ഇപ്പോൾ ഡിജിറ്റലൈസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈവൻ നിങ്ങളിപ്പോൾ ക്ലാസ് കേൾക്കുന്നത് പോലും യൂട്യൂബ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ ഒക്കെയാണ്. അപ്പോൾ നമുക്കിതൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം ആലോചിക്കാൻ പറ്റില്ല. നമുക്ക് പഠിക്കാനും എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റിനും അതുപോലെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടാനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് എന്ത് വേണം, ഈ ഒരു ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് വേണം. ഇത്തരം ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള വേൾഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഫോണിൽ നമ്മൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുകയാണ്. ആൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ മംഗ്ലീഷിലാണ് മെസ്സേജ് അയക്കുക, മലയാളത്തിൽ മെസ്സേജ് അയക്കില്ല. ഇംഗ്ലീഷ് സ്പെല്ലിങ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മലയാളമാണ്, അങ്ങനെയാണ് നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യാറുള്ളത്. അല്ലാതെ എക്സാക്റ്റ് മലയാളം വേർഡ്സ് ടൈപ്പ് ചെയ്യൽ കുറവാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ പോയാലും അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിലും അതുപോലെ ഡിജിറ്റലായിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും അവിടെയൊക്കെ ഇംഗ്ലീഷാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ജനറലൈസ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ഓരോ കാര്യങ്ങളെയും വെച്ചിട്ട് എഴുതാവുന്നതാണ്. പിന്നെ ഡിജിറ്റൽ ഏജിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേൾഡ് വൈഡായിട്ട് ആരോട് വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആണ്. അപ്പം നമ്മൾ ഈ കൊളോക്കിയൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിലേറെ അല്ലെങ്കിൽ ആളുകൾ ഇംഗ്ലീഷ് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഏത് മുക്കിന് മൂലയിൽ പോയാലും ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾ ഇപ്പോൾ കുറവായിരിക്കും. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇംഗ്ലീഷാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഡിജിറ്റലൈസിങ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സ്പ്രെഡും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ആൻസർ ചെയ്യുമ്പോൾ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഏജ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഏജ് എന്താണെന്ന് എഴുതുക. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കുറച്ച് പ്രത്യേകതകൾ എഴുതുക. എന്നിട്ട് എങ്ങനെ നമ്മൾ ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡിജിറ്റൽ ഏജിൽ യൂസ് ചെയ്യുന്നു, എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു, ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ ആൻസർ എഴുതുക. സോ ഇനി ഗ്രേറ്റ് വവൽ ഷിഫ്റ്റിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഗ്രേറ്റ് വവൽ ഷിഫ്റ്റിനെ കുറിച്ച് ഞാൻ നമ്മളെ വീഡിയോയിൽ ചാനൽ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇനിവേ ഞാനൊന്ന് നോക്കിയിട്ട് കൺഫേം ചെയ്യാം. അഥവാ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. എനിവേ വവൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ചേഞ്ചിങ് പ്രൊനൗൺസിയേഷൻ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നാണ്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വന്നിട്ടുള്ള പ്രൊനൗൺസിയേഷനിൽ വന്നിട്ടുള്ള ചേഞ്ചസിനെയാണ് ശരിക്കും ഈ ഒരു ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഏകദേശം ഒരു 1400-1700 വർഷങ്ങളിലാണ്, അതിൻ്റെ ഇടയിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് സംഭവിച്ചിട്ടുള്ളത്. അതായത് ചില ലോങ് വവൽസൊക്കെ എന്ത് ചെയ്തു, വവൽ സൗണ്ടുകളൊക്കെ ഷോർട്ടായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ തുടങ്ങി. ചില ഷോർട്ട് വവൽ സൗണ്ടുകളൊക്കെ ലോങ് വവൽസായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയുള്ള ചേഞ്ചുകളൊക്കെയാണ് ഈ ഒരു ഗ്രേറ്റ് വവൽ ഷിഫ്റ്റിൽ കാര്യമായിട്ട് വരുന്നത്. ഇത് ഈ പറയുന്ന പോലെ ഒരുപാടൊന്നും എഴുതണം. നിങ്ങൾക്ക് എത്രയാണോ അറിയുന്നത് ആ പോയിൻറ്റ്സ് നിങ്ങൾ ജസ്റ്റ് എഴുതി വെക്കുക. എന്ന് വെച്ചാൽ പഠിക്കാതെ പോയിട്ട് പൊട്ടത്തരം എഴുതി വെക്കരുത്. അത് ശരിക്കൊന്ന് വായിച്ച് നോക്കിയിട്ട് എവിടെയൊക്കെയാണ് ആ ഒരു വവൽ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുള്ളതെന്നൊരു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വ്യക്തമായിട്ട് എഴുതി വെക്കുക. 2 വെയിറ്റേജ് ആണ്, 2 പേജ് എഴുതണം എന്നൊക്കെ വിചാരിച്ചിട്ട് 2 പേജ് തികയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ ഒന്നും എഴുതി വെക്കണ്ട. ആ പോയിൻ്റ് മാത്രം എഴുതുക, കുറച്ച് എക്സാമ്പിൾസും കൊടുക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കമൻറ്റ് ഓൺ ദി ഇമ്പാക്റ്റ് ഓഫ് ദി നോർമൻ കോൺക്വസ്റ്റ് ഓൺ ദി ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ നോർമൻ കോൺക്വസ്റ്റ് എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു നോർമൻ കോൺക്വസ്റ്റ് വഴിയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇത്രയും സ്പ്രെഡ് ആയിട്ടുള്ളത്. അതായത് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ എന്താണ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നോർമൻ കോൺക്വസ്റ്റ് എന്ന് എഴുതുക. ദെൻ അതെങ്ങനെ ഇംഗ്ലീഷ് വൊക്കാബുലറിനെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ
ഡെവലപ്പ് ആവാൻ സഹായിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഇനി ആംഗ്ലോ സാക്സൺ ലാംഗ്വേജിൻ്റെ ഇമ്പാക്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആംഗ്ലോ സാക്സൺ ലാംഗ്വേജിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പം ഓൾഡ് ഇംഗ്ലീഷാണ്. അതായത് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിലാണ് ഈ ഒരു ആംഗ്ലോ സാക്സൻ്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് വന്നിട്ടുള്ളത്. അതായത് ഓൾഡ് ഇംഗ്ലീഷിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആംഗ്ലോ സാക്സൺ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിൽ ഏതൊക്കെ ഡയലക്റ്റ് വരുന്നുണ്ടെന്ന് എഴുതണം. ഒന്ന് കെൻഡിഷ്, നോർത്തുംബ്രിയൻ, പിന്നെ ആംഗ്ലോ സാക്സൺ, പിന്നെ വേറൊരു ഡയലക്റ്റ് കൂടി അതിൽ വരുന്നുണ്ട്. 4 ഡയലക്റ്റാണ് ആകെ ഉള്ളത്. പിന്നെ അത് ആരൊക്കെ സംസാരിച്ചിരുന്നു, പിന്നെ അതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണ്ട. ജസ്റ്റ് ഓൾഡ് ഇംഗ്ലീഷിൽ വന്നിട്ടുള്ള സ്പെല്ലിങ്, പ്രൊനൗൺസിയേഷൻ, പിന്നെ കുറച്ച് വേർഡ്സ് എഴുതുക, പിന്നെ ഗ്രാമർ ചേഞ്ചസും അതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എലൂസിഡേറ്റ് ഓൺ ദി അറ്റംപ്റ്റ്സ് മെയ്ഡ് ടു റിഫോം ദി ഇംഗ്ലീഷ് സ്പെല്ലിംഗ്. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് റിഫോർമേഷൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് റിഫോം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങളായിരുന്നു. ഒന്ന് ബൈബിൾ ട്രാൻസ്ലേഷനും പിന്നെ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഇൻവെൻഷനും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഇൻവെൻഷനും പിന്നെ ബൈബിൾ ട്രാൻസ്ലേഷനും കൂടി നടന്നപ്പോൾ ഇംഗ്ലീഷ് എന്ത് ചെയ്തു, ഇംഗ്ലണ്ടിലാണിത് 16th സെഞ്ച്വറിയിൽ ഇംഗ്ലണ്ട് കത്തോലിക് ചർച്ചിൻ്റെ അണ്ടറിൽ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒന്നും കൂടി റീഫോം ചെയ്തെടുത്തു. അപ്പോൾ ഈ ഒരു റിഫർമേഷനിൽ ഏറ്റവും വ്യക്തമായിട്ട് എഴുതേണ്ട കാര്യം ഒന്ന് പ്രിൻറ്റിംഗ് പ്രസ്സും പിന്നെ ബൈബിൾ ട്രാൻസ്ലേഷനുമാണ്. പിന്നെ സ്പെല്ലിങ്ങിൽ വന്നിട്ടുള്ള റിഫോർമേഷൻസ് പറയുകയാണെങ്കിൽ ഒന്ന് പ്രൊനൗൺസിയേഷനിൽ വന്നിട്ടുണ്ട്. പിന്നെ ചില ഇംഗ്ലീഷ് വേർഡ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സൈലൻറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് ചില വാക്കുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ സ്വീറ്റ് എന്ന് പറയുന്ന വേർഡ്, അപ്പോൾ സ്വീറ്റ് എന്ന് എഴുതുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇ എന്നൊരു സ്പെല്ലിങ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റീഫോർമേഷൻ്റെ ഭാഗമായിട്ട് ആ സ്വീറ്റ് എന്നതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള ഇ എന്ത് ചെയ്തു, ഒഴിവാക്കി മാറ്റി. സോ അങ്ങനെയുള്ള കുറച്ച് റിഫോർമേഷൻസൊക്കെ സംഭവിച്ചു. പിന്നെ വന്നിട്ടുള്ളത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദി ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് ഇൻഫ്ലുവൻസസ് ഓൺ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ ലാറ്റിനിൽ നിന്നും ഗ്രീക്കിൽ നിന്നും ഒരുപാട് വേർഡുകൾ ലോൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിലേക്ക്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ വീഡിയോസ് ഒന്നുകൂടി കാണുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. പിന്നെ എഴുതി വെച്ച ലെക്ചർ നോട്ട്സൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. നമ്മൾ ലാറ്റിനിൽ നിന്നും പിന്നെ ഗ്രീക്കിൽ നിന്നും പല ഫീൽഡിലേക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് പുതിയ വേർഡ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് ഐറ്റംസ്, പിന്നെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, ഫിലോസഫിക്കൽ ആയിട്ടുള്ള, അതുപോലെ മെഡിക്കൽ ആയിട്ടുള്ള ടേംസ് വന്നിട്ടുണ്ട്, ജുഡീഷ്യറി റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ മാത്രം ഒന്നുമില്ല ഈ ഒരു പേപ്പറിൽ. എല്ലാം അതേപോലെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ സെക്ഷനാണ്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ സെക്ഷനിൽ നിങ്ങൾ ആകെ 5 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാത്തിനെക്കുറിച്ചൊരു ഏകദേശ ധാരണ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസിന് അതിൽ നിന്ന് ആൻസർ ചെയ്യാം. ഇനി രണ്ടാമത്തെ സെക്ഷൻ എസ്സേ ആണ്. എസ്സേ ആകുമ്പോൾ ഒരു അഡീഷണൽ ഷീറ്റാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കേണ്ടി വരും. അതിൽ ഷുവറായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് റൈറ്റ് എ നോട്ട് ഓൺ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി ട്രേസിംഗ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാപ്പ് തന്നിട്ടുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഗ്രോത്തിനെ കുറിച്ചുള്ളത്. ആ മാപ്പ് നിങ്ങൾ എഴുതണം. സെയ്റ്റം ലാംഗ്വേജും അതായത് സെൻറ്റം ലാംഗ്വേജൊക്കെ ഉണ്ടല്ലോ, സെൻറ്റം ഗ്രൂപ്പ് സെയ്റ്റം ഗ്രൂപ്പ്, അതൊക്കെ നിങ്ങൾ കാണാതെ തറവായിട്ട് പഠിക്കാം. ആ മാപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ഷീറ്റിൽ വരയ്ക്കാം. സോ ആ മാപ്പ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങളുടെ ആൻസർ പേപ്പറിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ സുഖമാണ്. അപ്പോൾ ആദ്യം ആ മാപ്പ് വരയ്ക്കുക, പിന്നെ ഓരോന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെന്തായാലും എസ്സേക്ക് ചോദിക്കുന്നുള്ളത് 100% ഷുവറാണ്. പിന്നെ വന്നിട്ടുള്ളത് വാട്ട് ആർ ദി മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ മോഡേൺ ആൻഡ് മിഡിൽ ഇംഗ്ലീഷ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്തെഴുതുക, ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച് എഴുതുക. പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്താണ് മോഡേൺ ഇംഗ്ലീഷ് എന്നും എന്താണ് മിഡിൽ ഇംഗ്ലീഷ് എന്നും എഴുതുക. പിന്നെ ലാസ്റ്റ് അതായത് മൂന്നാമത്തെ പാരഗ്രാഫിൽ ഈ 2 ഇംഗ്ലീഷിൻ്റെയും മിഡിൽ ഇംഗ്ലീഷിൻ്റെയും മോഡേൺ ഇംഗ്ലീഷിൻ്റെയും ഡിഫറൻസസ് എഴുതാം. പിന്നെ അതിലെന്തൊക്കെ വരെ സ്പെല്ലിംഗ്, ഗ്രാമർ, പ്രൊനൗൺസിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസും നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഗ്രാമറിലുള്ള ചേഞ്ചസിനും നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാം, സ്പെല്ലിംഗ് ചേഞ്ചസിലുള്ള എക്സാമ്പിൾസ് പഠിക്കാം, അതേപോലെ പ്രൊനൗൺസിയേഷനിലും എക്സാമ്പിൾസ് പഠിക്കാം.
പിന്നെ ലാസ്റ്റ് ഒരു 4ാമത്തെ പാരഗ്രാഫൊക്കെ ആകുമ്പോൾ നിങ്ങളത് കൺക്ലൂഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടേതായിട്ടുള്ളൊരു ലാംഗ്വേജിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇനി എഴുതേണ്ടത് ഡിസ്കസ് ദി സ്റ്റേറ്റസ് ഓഫ് ഇംഗ്ലീഷ് ഇൻ ദി പോസ്റ്റ് കൊളോണിയൽ വേൾഡ്. അപ്പോൾ എന്താണ് പോസ്റ്റ് കൊളോണിയലിസം എന്ന് എഴുതണം. പോസ്റ്റ് കൊളോണിയൽ വേൾഡിൽ, അതായത് പോസ്റ്റ് കൊളോണിയൽ കൺട്രീസിൽ എങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇത്രത്തോളം സ്പ്രെഡായി എന്നുള്ളത് എഴുതണം. അത് നിങ്ങൾക്കറിയാം, ബ്രിട്ടീഷുകാരുടെ കോളനികളായിരുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ കോളനികളായിരുന്നു ഈ ഒരു ഇന്ത്യ പോലുള്ള തേർഡ് വേൾഡ് കൺട്രീസ്. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഇന്ന് പോസ്റ്റ് കൊളോണിയൽ വേൾഡിലാണ് ജീവിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് ഈ വൈറ്റ് പീപ്പിൾസ് ഇവിടെ വന്നു, എന്തിനു വേണ്ടിയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇവർ നേറ്റീവ് പീപ്പിളിനെ പഠിപ്പിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് പിന്നെ എന്ത് ചെയ്യാം, ഇംഗ്ലീഷിൻ്റെ സ്ഥാനം ഇന്ന് എത്രത്തോളമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതെങ്ങനെ എഴുതാം, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആണ്, ഫോർമൽ ലാംഗ്വേജ് ആണ്, പിന്നെ വേൾഡ് വൈഡ് ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. പക്ഷേ തേർഡ് വേൾഡ് കൺട്രീസിന്, ഇപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ ഫോർമൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, അത് മറക്കാതെ എഴുതുക. പിന്നെ അതിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ എഴുതാം, പിന്നെ ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻസ് എഴുതാം. സോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറച്ചൊന്ന് ജനറലൈസ് ആക്കി എഴുതാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണത്. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ട്രേസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിഡിൽ ഇംഗ്ലീഷ് പീരിയഡ് ഇൻ കമ്പാരിസൺ വിത്ത് ദി ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്. അപ്പോൾ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്, മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്, മോഡേൺ ഇംഗ്ലീഷ്, ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. കാരണം ഈ ഒരു പാർട്ടിയിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എസ്സേ സെക്ഷനിൽ കണ്ടില്ല, 8ാമത്തെ ക്വസ്റ്റ്യനും പിന്നെ ഇപ്പോൾ വായിച്ച 11ാമത്തെ ക്വസ്റ്റ്യനും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിച്ചാലും നിങ്ങൾ എഴുതേണ്ടത് എന്തൊക്കെയാണ്, ഈ ഒരു എങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓൾഡ് ഇംഗ്ലീഷിൽ വന്നിട്ടുള്ള ആ ഡയലക്റ്റുകൾ, മിഡിൽ ഇംഗ്ലീഷിൽ വന്നിട്ടുള്ള ഡയലക്റ്റുകൾ, അതൊക്കെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കാനുള്ളത്, അതായത് മിഡിൽ ഇംഗ്ലീഷിൽ വന്നിട്ടുള്ള മേജർ റൈറ്റർ ആരാണ്, ജോഫ്രി ചോസർ ആണ്. ജോഫ്രി ചോസർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഫൗണ്ടറാണ്, അല്ലെങ്കിൽ ഫാദറാണ്. സോ ആ ഒരു രീതിയിൽ അത് എഴുതണം. പിന്നെ അദ്ദേഹം മിഡിൽ ഇംഗ്ലീഷിലെ ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ വർക്ക്സൊക്കെ എഴുതിയിട്ടുള്ളത്. അത് മിഡിൽ ഇംഗ്ലീഷ് എഴുതുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കേണ്ട കാര്യമാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വിത്ത് എക്സാമ്പിൾസ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടും, ഗൂഗിളിൽ നിന്നും പിന്നെ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വീഡിയോസൊക്കെ ഉണ്ട്. നമ്മളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അമേരിക്കൻ ഡയലക്റ്റും ബ്രിട്ടീഷ് ഡയലക്റ്റും വ്യത്യസ്തമാണ് അല്ലേ. ചില സ്പെല്ലിങ് വ്യത്യാസമുണ്ട്, പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുണ്ട്, ഗ്രാമർ വ്യത്യാസമുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. പിന്നെ ലാസ്റ്റ് ഇതിൽ വന്നിട്ടുള്ളത് സെമാൻറ്റിക് ചേഞ്ച് ആണ്. സെമാൻറ്റിക് ചേഞ്ച് എങ്ങനെയാണ് വരുന്നത്, അതായത് വേർഡ് മീനിങ് മാറും, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചില വാക്കുകളുടെ മീനിങ്ങിന് വരുന്ന വ്യത്യാസമാണ്. അത് നമ്മളൊരു 5-6 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് എഴുതിയാൽ മതി, ഒരുപാട് എഴുതി അങ്ങനെ സമയം വേസ്റ്റ് ആക്കണ്ട. ഇനി ഇതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ടോപ്പിക്സ് പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ പറയാനുള്ളത്, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതേപോലെ തന്നെ മാക്സിമം ഗ്രാമർ മിസ്റ്റേക്സ് ഒന്നും വരാതെ എഴുതാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ നമുക്ക് വേറെ 3 പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടെ ഡിസ്കസ് ചെയ്യാണ്ട്, അത് ഓരോരോ വീഡിയോസായിട്ട് ഞാൻ ചെയ്യാം. ഇനി കൂടുതൽ അഡീഷണൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ ഒരു പേപ്പറിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി ഒരിക്കലും വറീഡ് ആവേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും. ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വായിച്ചാൽ മാത്രം മതി. ദെൻ മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പല കുട്ടികൾക്കും ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. ഇതൊരു വലിയൊരു ഹെൽപ്ഫുൾ ആവട്ടെ. എനിവേ താങ്ക് യു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.